പ്രേക്ഷകരെ നാട്ടിലോട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓരോ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും എത്രയെത്ര മേഖലകളെയാണ് അത് ബാധിക്കുക, അല്ലെങ്കിൽ മേഖലകളാണ് പ്രതീക്ഷകൾ വെക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നാട്ടിലോട്ടിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നമ്മളുള്ളത് തിരുവനന്തപുരം കുന്നത്തുകാൽ പഞ്ചായത്തിലാണ്. കുന്നത്തുകാൽ പഞ്ചായത്തിന് കീഴിലുള്ള ഒരു ബഡ് സ്കൂളിലാണ് നമ്മളുള്ളത്. ഒരുപാട് കുട്ടികൾക്ക് ആശ്രയമായ ഒരു ബഡ് സ്കൂളാണ്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന, അത്ഭുതപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങളുടേത്. നമുക്ക് എന്തായാലും അവരോട് സംസാരിക്കാം. അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. കാണും പെണ്ണെ നീ കേട്ടാൽ വരും, എന്നെ കാണാൻ വരും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ പഞ്ചായത്തുകൾക്ക് എപ്പോഴും ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട്. പഞ്ചായത്തുകളിൽ ഉണ്ടാകുന്ന ചർച്ചകൾ, അത് ഓരോ മേഖലകളും അത് വ്യത്യസ്തമാണ്. എന്തായാലും ഇവിടെയുള്ള എനിക്ക് തോന്നുന്നു 40ഓളം കുട്ടികൾ ഈ ബഡ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അവർക്ക് ഇവിടെ ഒരു അധ്യാപികയാണ് അവർക്കുള്ളത്, മറ്റ് 2-3 സഹായികളുണ്ട്. അങ്ങനെ ഫണ്ടിന്റെ കാര്യത്തിലടക്കം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. അവർക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളാണുള്ളത്, എന്തൊക്കെ പ്രതീക്ഷകളാണുള്ളതെന്നാണ്. അപ്പം നമുക്ക് കുട്ടികളോട് ചോദിക്കാം. ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കാര്യം ഈ ബഡ് സ്കൂളിൽ കുട്ടികൾ അവരെ മുൻനിർത്തിക്കൊണ്ട് തന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു നിലനിൽപ്പ് എന്ന രീതിയിൽ, ഒരു വരുമാനം എന്ന രീതിയിലൊക്കെ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ഇവിടെയുള്ള ആളുകൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളിടത്താണ് നമുക്ക് വലിയ സന്തോഷം തോന്നുന്നത്. അപ്പൊ നമ്മൾ ബഡ് സ്കൂളിലെ ഇവിടേക്ക് എത്തുമ്പോൾ ഇവിടെ ക്ലാസ് മുറികൾ നമുക്ക് കാണാം. അവരുടെ ക്ലാസ് മുറികളുണ്ട്. നമുക്ക് സാധാരണ കുഞ്ഞുങ്ങളെക്കാൾ കുറച്ചുകൂടിയൊക്കെ കെയർ കൊടുക്കേണ്ട, ഒരുപാട് എഫേർട്ട് ഇടേണ്ട, അധ്യാപകരുടെ ഭാഗത്ത് നിന്നായാലും അവർക്ക് ഒരുപാട് എഫേർട്ട് ഇടേണ്ട ഒരു സ്കൂളാണ് ബഡ് സ്കൂൾ എന്ന് പറയുമ്പോൾ. പക്ഷെ ഇവിടെ അവർക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതികൾ അത് നമ്മൾ എടുത്തു പറയേണ്ടത് തന്നെയാണ്. അവർക്കിപ്പോൾ ഏറ്റവും പുതുതായി ഇവിടെ നിൽക്കുന്ന ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ വളനിർമ്മാണ യൂണിറ്റ് ആണ്. എങ്ങനെ ഈ കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് അവരുടെ ഭാവി കാര്യങ്ങൾ, ഒരു സ്പെഷ്യൽ ചൈൽഡ് ഉണ്ടാകുക എന്ന് പറയുമ്പോൾ അവരെ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് മാതാപിതാക്കൾ തന്നെയായിരിക്കും. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷ കൊടുക്കുക, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഏർണിംഗ് ഉണ്ടാക്കുക എന്നുള്ള ഒരു പദ്ധതി മുൻനിർത്തിക്കൊണ്ട് ഇവിടെ ഒരു വളനിർമ്മാണ യൂണിറ്റ് ഉണ്ട്. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ അവർ പണി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവരോട് ചോദിക്കാം. അവരെ കാണാം. ഹലോ ഹലോ പറഞ്ഞേ. ഹലോ. അതാണ്. അപ്പൊ ഇതാ നോക്കതാ, ഇതാണ് ടീച്ചർ. ഇവരുടെ ഇത്രയും കുഞ്ഞുങ്ങളുടെ ഒറ്റ ടീച്ചറാണ്, അവരുടെ ഒരു ആശ്രയമാണ്. അപ്പൊ ടീച്ചറെ നമസ്കാരം. പേര് പറയൂ. എന്റെ പേര് അംബിക. ഞാൻ പറയായിരുന്നു, ഇവിടെ വരുമ്പോൾ ബഡ് സ്കൂളിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഞങ്ങളെ സന്തോഷത്തിലാക്കുന്നത് നിങ്ങളുടെ ഈ പദ്ധതികളാണ്. ഈ കുഞ്ഞുങ്ങളെ അവർക്ക് വരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവരെ ഇതുപോലെ എൻഗേജ്ഡ് ആക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. പറയൂ ബഡ് സ്കൂളിനെ പറ്റി. ഈ ബഡ് സ്കൂൾ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഏകദേശം 20 വർഷത്തോളമായി. അപ്പോൾ 98-ലാണ് ഞങ്ങൾക്ക് ഈ ഒരു CBR സെൻ്ററായിട്ടാണ് നമ്മളിത് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ 2004 കുടുംബശ്രീ മിഷൻ്റെ സഹകരണത്തോടു കൂടി തന്നെ നമുക്കൊരു ബഡ് സ്കൂളായിട്ട് പ്രഖ്യാപിക്കുകയും അന്ന് മുതൽ പഞ്ചായത്ത് പ്രോജക്റ്റ് വെച്ച് ഈ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നു. ഇതിൽ ഞങ്ങൾക്കിവിടെ 40 കുട്ടികളാണ് രജിസ്ട്രേഷൻ ഉള്ളത്. ഇതിൽ 30 കുട്ടികൾ വരുന്നവരാണ്. 30-32ഓളം. ഇവിടെ നമുക്ക് ഏറ്റവും പ്രായം കുറഞ്ഞതും കൂടിയത് ഏകദേശം ഏതൊക്കെ പ്രായത്തിലുള്ളവരാണ് ഇവിടെ ഉള്ളത്? ഇവരെല്ലാം 20 വർഷം മുമ്പ്, 20 വർഷത്തോളമായി ഇവിടെ വന്നിട്ട്, അല്ലെങ്കിൽ ഏറെക്കുറെ പേരും മറ്റുള്ളവർ ഇടയ്ക്ക് വന്നവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അത്രയും പ്രായമുണ്ട്. അപ്പൊ ഇവര് നമുക്ക് ഇനി വേറെ വീട്ടിലോട്ട് ഒതുക്കി നിർത്തുക എന്നുള്ള വളരെ സങ്കടകരമാണ്. ഇവര് 4 ചുവരുകൾക്കുള്ളിൽ കഷ്ടപ്പെട്ട് കഴിയുന്ന കുട്ടികളാണ്. പുറം ലോകം അറിയാത്ത രീതിയിൽ ആ രീതിയിലുള്ള കുട്ടികളാണ്. ഇന്ന് അവർ സ്വയം പര്യാപ്തതയിലോട്ട് വന്നിരിക്കുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമാണ്. കാരണം അവര് എന്തും ചെയ്യും. അവരുടെ ബിഹേവിയർ പ്രോബ്ലം ഏകദേശം കുറയാൻ സാധിച്ചു. നമുക്കിവിടെ യോഗ ഡോക്ടറുണ്ട്. ആയുഷ് മിഷന് കീഴിൽ യോഗ ഡോക്ടർ വന്ന് ഇവർക്ക് യോഗ ചെയ്യിപ്പിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും ഇവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കിട്ടുന്നത്. അതിന്റെ ശ്രദ്ധയും ഒക്കെ അല്ലെ, ഇങ്ങനെ ഈ പാക്കറ്റിലേക്ക് നിറയ്ക്കുമ്പോൾ ഉള്ളത്, അവരെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് മാമിനോട് കൂടി ചോദിക്കാം. ഞാൻ ടീച്ചറിലേക്ക് വരാം. മാം നമസ്കാരം. പേര് പറയാമോ? ആനി മാമിനാണ് ഇവിടുത്തെ ചുമതല. പഞ്ചായത്തിന്റെ നോഡൽ ഓഫീസറാണ്. പറയൂ, ഈ ഒരു പദ്ധതി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് താങ്കളാണല്ലോ. എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയൂ. എന്താണ് താങ്കളുടെ ഒരു ഉദ്ദേശം? ഇവിടെ ഹോർട്ടിക്കൾച്ചർ തെറാപ്പി ആദ്യമായിട്ട് ചെറിയ രീതിയിൽ, വളരെ ചെറിയ അളവിൽ ജൈവവള ഉൽപാദനം ഉണ്ടാക്കി. പക്ഷെ അതുകൊണ്ട് അവർക്കൊരു ബെനിഫിറ്റ് ആയിട്ടൊന്നും കിട്ടില്ല. ഫിനാൻഷ്യലി ആയിട്ട് ഒരു ഇതും കിട്ടാത്തത് കൊണ്ട് അതിനെ ഒരു വലിയ അളവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്
ഞങ്ങൾ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയതാണ്. ഇപ്പോൾ താൽക്കാലികമായി നമ്മളെ വികസന മാനേജ്മെന്റ് സമിതിയിലുണ്ടായിരുന്ന കുറച്ച് പൈസ എടുത്ത് താൽക്കാലികമായി സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴാണ് അവർക്ക് മാൻ പവർ വെച്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ്. അതുകൊണ്ടാണ് ഇനി അതായത് കുറച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മന്ത്ലി 2000 പാക്കറ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അവർക്ക് ഫിനാൻഷ്യലി ഒരു നേട്ടവും കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇതൊരു മെഷീനറി ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആലോചിക്കുകയാണ്. അപ്പോൾ മന്ത്ലി ഒരു 50,000 പാക്കറ്റെങ്കിലും ഉണ്ടാക്കുകയാണ് ടാർഗറ്റ്. എന്നാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും കുറച്ചെങ്കിലും കിട്ടുള്ളൂ. ശരി ശരി. ഇവിടെ ഓരോരുത്തരും തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് അവരുടെ ഒരു കോൺസെൻട്രേഷൻ എല്ലാം കൂടി ഇതിലേക്ക് വരികയാണ് അല്ലെ. ആക്ടിവിറ്റീസ് കൂടുമ്പോൾ അവരതിൽ എൻഗേജ്ഡ് ആവും. നോക്കി ഒരാൾ ഭയങ്കര ചിരി സ്മൈൽ ചെയ്താണ് ചെയ്യുന്നത്. നമുക്ക് അവരുടെ രക്ഷകർത്താക്കളിലേക്ക് കൂടി പോവാം. കാരണം അവരുടെ ഒരു സന്തോഷം ഞാൻ പറഞ്ഞതുപോലെ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. വീടുകളിൽ നിന്ന് അവർ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചില കുട്ടികളൊക്കെ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അവർക്ക് സ്കൂളിൽ പോകാതിരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമായിരിക്കും. പ്രശ്നമാണ് അവർക്ക് സ്കൂളിൽ പോകാൻ ടെൻഷൻ കയറി ഭയങ്കരമായിട്ട് ഇതൊക്കെ ഉണ്ടാവും, ബുദ്ധിമുട്ടാണ്. എൻ്റെ മോളെന്ന് വെച്ചാൽ ജനിയൊക്കെ വരുന്ന കുട്ടിയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 10 മാസം കൊണ്ടാണ് ജനി വരുന്നില്ല. ആശുപത്രിയിലൊക്കെ കാണിച്ച് അങ്ങനെ വരുന്നത്. ഇവിടെ സ്കൂളിൽ ഇവിടെ വന്നിട്ട് 20 വർഷത്തോളമായി. ഓ ശരി. ഇഷ്ടമാണോ ഇവിടെ വരാൻ? ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ നിൽക്കണ ഇഷ്ടമല്ല, എപ്പോഴും സ്കൂളിൽ വരണമെന്നുള്ള ഒരു ആഗ്രഹം. അപ്പൊ നമുക്ക് ഇവിടെ അവധിയുണ്ടോ? അവധി ദിവസം ഇവിടെ അവധി ദിവസങ്ങളുണ്ട്. അപ്പോഴൊക്കെ പ്രശ്നമാണ്. എങ്കിലും ഞങ്ങൾ അങ്ങനെ വേറെ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയി ഒന്ന് സെറ്റിലാക്കി വിടും. അമ്മ ജോലി ചെയ്യുന്നുണ്ടോ? അമ്മ നമ്മുടെ പഞ്ചായത്ത് ക്യാൻറ്റീനിലാണ്, നമ്മുടെ സ്കൂളിന്റെ ഒരു ക്യാൻറ്റീനുണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. അപ്പൊ അതുപോലെ ഈ ഒരു ഇങ്ങനത്തെ പദ്ധതികൾ വരുമ്പോ നിങ്ങൾക്ക് എങ്ങനെ സന്തോഷം? നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇത് കാണാൻ. നമ്മുടെ കുട്ടികൾ ചെയ്യുന്നതുകൊണ്ടൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അതുകൊണ്ട് നല്ല സന്തോഷം. അമ്മ എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് ഇങ്ങനെ മോളാണോ മോനാണോ? മോനാണ്. മോനാണ്. എത്ര വയസ്സായി മോന്? മോന് 40 വയസ്സായി. 40 വയസ്സായി. ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ സ്കൂൾ എങ്ങനെയാ സഹായിക്കുന്നത്? സ്കൂള് പിള്ളേർക്ക് നല്ല ഇതാണ്. ടീച്ചറും ആയമാരും എല്ലാം നല്ല സ്നേഹത്തോടെയാണ്. അമ്മമാര് നോക്കണതിനേക്കാളും നല്ല സ്നേഹം. സത്യം പറയാണ്. പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ് വരാനൊക്കെ, സ്കൂളിൽ വരാനൊക്കെ ഇഷ്ടമാണ്. ഈ വരാത്തപ്പോഴുള്ള പ്രശ്നമുണ്ടോ അവിടെ? അവധി ദിവസം അവധി ദിവസവും അസുഖമൊക്കെ വരുമ്പോ വരാതിരിക്കുമ്പോ ബുദ്ധിമുട്ടാണ്. സ്കൂളിൽ പോണമെന്ന്. എന്റെ മോനാണെങ്കിൽ അധികം സംസാരിക്കുകയൊന്നുമില്ല. അവൻ ഇങ്ങനെയൊക്കെ കാണിക്കും. ഇല്ല ഇങ്ങനെ എഴുത എന്ന് പറയുമ്പോ സ്കൂളിന്റെ കാര്യമാണ് അവൻ പറയണമെന്ന് മനസ്സിലാവും. രാത്രി ചിലപ്പോ ഉറക്കത്തിൽ നിന്ന് കേൾക്കുക, അമ്മ അങ്ങനെ കാണിക്കും, ഉണ്ടോന്നോ സ്കൂളിൽ ഉണ്ടോന്നൊക്കെ കേൾക്കും. അങ്ങനെ വലിയ ഇഷ്ടമാണ്, സന്തോഷമാണ്. പിന്നെ നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പിള്ളേരെ നിർത്തി ഇത് ചെയ്യാൻ വേണ്ടി ഒരു ഹോസ്റ്റലിന്റെ ഒരു അത്യാവശ്യമാണ്. പോണത് നമ്മുടെ കാലം കഴിഞ്ഞാൽ നമ്മളെ മക്കളെ കാര്യം വലിയ ബുദ്ധിമുട്ടിലാവുക. ആ ഒരു വിഷമം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, അമ്മമാർക്ക്. അതുകൊണ്ട് ഒരു ഹോസ്റ്റൽ വന്നാൽ നമുക്ക് സന്തോഷമാണ്, മക്കൾക്കും സന്തോഷം. എന്ന് വെച്ചാൽ ടീച്ചറും ആയമാരും എല്ലാവരും നല്ല സ്നേഹമായിട്ട് നോക്കണതുകൊണ്ട് അവർക്ക് ഇവിടെ ആണെങ്കിൽ അവർക്ക് നല്ല ഇതാണ്, ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്കും ഞങ്ങളെ കാലം കഴിഞ്ഞ് ഇവരെ കൈകളിൽ ഏൽപ്പിച്ചിട്ട് പോവാൻ ഞങ്ങൾക്കും ഒരു സമാധാനമായിട്ട് ഞങ്ങൾക്കും പോവാം. ആ ഒരു ആഗ്രഹമേ ഉള്ളൂ. തന്നെയാ നമുക്ക് ബുദ്ധിമുട്ട്. ഇങ്ങനെ ഒരു സ്ഥാപനം നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലം കഴിഞ്ഞാൽ മക്കൾ അവിടെ ആവുമല്ലോ, സേഫാണല്ലോ എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് മറ്റാരുമില്ലാത്തതുകൊണ്ട് അതൊരു ബുദ്ധിമുട്ട്. ഹലോ, പേര് പറയൂ. കല. കല. ശ്രീകല. ശ്രീകല മിടുക്കിയാണല്ലോ. ഇപ്പൊ എന്താ ചെയ്യുന്നത് നമ്മളിവിടെ? ചാണകം. ചാണകം ചാണകം ചെയ്യുന്നത് വൃത്തിയാക്കി. വളമല്ലേ ഇത്? വളം. ഇഷ്ടമാണോ സ്കൂളിൽ വരാൻ? ജൈവവളം ഉണ്ടാക്കുന്നു പറഞ്ഞേ. പറയൂല, അതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഇത് എങ്ങനെ സ്കൂളിൽ വരുന്ന ഇഷ്ടമാണോ? ഇവിടെ ആരെ ഏറ്റവും ഇഷ്ടം? ടീച്ചറിനെ. ഏത് ടീച്ചറിനെ? ടീച്ചർ എന്തൊക്കെ പഠിപ്പിക്കും? എല്ലാം പഠിപ്പിക്കും. എന്തൊക്കെ പഠിപ്പിക്കും? പാട്ട്, എല്ലാം പഠിപ്പിക്കും. ഒരു പാട്ട് പാടുവോ? പ്ലീസ്. ദാണ്ടെ നമുക്ക് ടിവിയിൽ വരും, ഒരു പാട്ട് പാടൂ. ഒരു പാട്ട്. മഞ്ജുവിടെ മഞ്ജുവിന് നാണം വന്ന് അപ്പോഴേക്കും അവിടെ. മഞ്ജു ഒരു പാട്ട് പാടുവോ? ഞാൻ അങ്ങോട്ട് വരാം. അമ്മയുടെ ചോദിച്ചിട്ട് പോവാം. മഞ്ജുവിന്റെ അടുത്ത്. മഞ്ജു റെഡി ആയിക്കോ കേട്ടോ. ഇവിടെ എങ്ങനെയാണ്? അമ്മയല്ല, ചേച്ചിയാണ്. എത്ര കാലം കൊണ്ട് വരുന്ന കല ഇവിടെ? സ്കൂൾ തുടങ്ങി ആദ്യം തൊട്ടേ വരുന്നു. ആദ്യം തൊട്ടുള്ള സ്റ്റുഡന്റ്. ആദ്യം ചെറുതായിട്ട് നാറാണി വാർഡില് ആണ് തുടങ്ങിയത്. ചെറിയ രീതിയിലായിരുന്നു. അപ്പോൾ ഒരു ടീച്ചറും ഒരു ഹെൽപ്പറും ഉണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാ കാര്യത്തിനും. അതിപ്പോൾ വളർന്ന് ഭയങ്കര വികസനമായി. ഫുഡൊക്കെ ആണെങ്കിൽ ഇവർക്ക് സ്കൂളിൽ വന്നാൽ നല്ല നീറ്റായിട്ടാണ് കൊടുക്കുന്നത്. ഫുഡിനൊന്നും ഒരു കുറവില്ല. ഇവർക്ക് സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ വന്നാൽ ഒന്നും വേണ്ട,
അത്രയ്ക്ക് ഭംഗിയായിട്ട് ഇവര് ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഞങ്ങൾക്ക് ആവശ്യം 2 ആവശ്യമാണ്. ഒന്ന് സ്കൂൾ വാന് ശരിയല്ല, ഇവർക്ക് ബുദ്ധിമുട്ടാണ്. അതുമല്ല വാൻ നമ്മളിവിടെ ടീച്ചറെ വാൻ നമുക്ക് വാടകയ്ക്ക് എടുത്തിട്ടാണ് അല്ലേ, നമുക്ക് സ്വന്തമായിട്ട് എടുത്തിട്ടാണ് കൊട്ടേഷൻ അത് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്. സ്വന്തമായിട്ടൊരു വാഹനം വേണം. അത് ഇപ്പം ഉള്ള ഭരണസമിതി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും ഞങ്ങൾക്ക് വാഹനം കിട്ടുമെന്നാണ്. അപ്പൊ അതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ, ഇനിയുള്ള ഒരു പ്രതീക്ഷ അതാണ്. MLA ഫണ്ടിൽ നിന്ന് തരാമെന്ന് MLA സമ്മതിച്ചിട്ടുണ്ട്. അത് ഉടൻ അടുത്ത വർഷം അധ്യയന വർഷം പ്രാവർത്തികമാക്കുന്നു. ഓക്കെ, അപ്പൊ അതാണ് ഒരു ആവശ്യം. പിന്നെ രണ്ടാമത്തെ ആവശ്യം അവർ പറഞ്ഞതുപോലെ ഹോസ്റ്റല്. അതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് വേറെ ഒരു സ്ഥാപനത്തിൽ പോണത് സങ്കടകരമാണ്. ഇവിടെ ആകുമ്പോൾ ഇവരെയൊക്കെ നല്ല പരിചയവും ഈ സ്കൂളുമായിട്ട് അവരങ്ങ് ഇണങ്ങി. അപ്പം ഇവിടെ തന്നെ ഒരു ഹോസ്റ്റൽ സൗകര്യം വരുത്തി. ഇപ്പം 2-3 കുട്ടികൾക്ക് അമ്മയും അച്ഛനും ഒക്കെ നഷ്ടപ്പെട്ട് വേറെയൊക്കെ കൊണ്ടാക്കേണ്ടി വന്നു. അപ്പം ആ ഒരു ഗതി വരാതെ ഇവരിവിടെ പഠിക്കുന്നതായിരുന്നു, പക്ഷെ വേറെ ആക്കേണ്ടി വന്നു. ഇതാ ഇപ്പോൾ 1 മാസം ആയുള്ളൂ. വിഷ്ണു എന്ന് പറഞ്ഞ കുട്ടിയുടെ അമ്മ പോയി. അപ്പം ആരുമില്ലാതെ അടുത്ത വീട്ടുകാരാണ് ഒരു 2-3 മാസം നോക്കിയത്. അപ്പം ഇപ്പം എല്ലാവരും കൂടെ ചേർന്ന് പഞ്ചായത്തിനും ഇവിടെ ടീച്ചറെല്ലാം കൂടെ ഉൾപ്പെട്ട് ആക്കി. അപ്പം അതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഭയങ്കര വേദനയാണ്. നമ്മുടെ ആവശ്യം ഒരു അതെ, ഒരു ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ആദ്യം അമ്മയും അച്ഛനും ഇല്ലാത്ത കുറെ കുട്ടികളെ എടുക്കുക, എല്ലാവരും എടുക്കണ്ട. അത് കഴിഞ്ഞിട്ട് അങ്ങനെ വിപുലീകരിച്ച് അങ്ങനെ വരണമെന്നൊരാഗ്രഹം. മോളുടെ അമ്മയാണോ? മോക്ക് എത്ര വയസ്സായി? 34. എന്താണ് ഇവിടുത്തെ ഇവിടുത്തെ ഇവിടെ വിട്ടതിനെ സമയം ഇതേപോലെ എന്തെങ്കിലും മാറ്റങ്ങളുണ്ട്. പിന്നെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം, പല്ല് വരെ തേച്ച് കൊടുക്കണം. 2-3 സൈലന്റ് ആണോ? അങ്ങനെ പ്രശ്നമില്ല. സ്കൂളിൽ വരുന്ന ഇഷ്ടമാണോ? സ്കൂളിലെങ്കിൽ വീട്ടിൽ കസേരയോടൊപ്പം എന്നെ ഇടി ഭയങ്കര ബഹളങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും ആരടുത്തും കടങ്ങൾ പൈസ വാങ്ങി യാത്രകളായിരിക്കും 2-3 ദിവസം. വീട്ടിലാരും ഇല്ല, ഞാനും അവളും തന്നെ. പിന്നെ ഇവളെ ഇട്ടിട്ട് എനിക്ക് തൊഴിലുറപ്പിനൊന്നും പോകാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇവളെ നോക്കാൻ ആരും ഇല്ല. അങ്ങനെ അച്ഛൻ മരിച്ച് കൊല്ലാവണ്. ഒരു മോളാണോ? ഒരു മോൻ ഉണ്ട്, അവർ നമ്മളെ നോക്കില്ല. ഞാനും അവനെ നോക്കില്ല. എനിക്ക് ഒന്നും കൊടുക്കാനും വാങ്ങാനും ഇല്ല. അങ്ങനെ കഷ്ടം തന്നെ. പിന്നെ എന്താ വെച്ചാൽ സ്കൂൾ ഉള്ളപ്പം രാവിലെ വരും, രാത്രി വൈകുന്നേരം അങ്ങ് കൊണ്ടുവിടും. ഇല്ലാത്ത സമയം ഭയങ്കര. ഇനിയിപ്പോൾ ഇന്നിങ്ങനെ ആയി, സ്കൂളുണ്ടെന്ന് പറഞ്ഞ് ഇനി നാളെ ഭയങ്കര ബഹളമായിരിക്കും. അത് ഇന്ന് രാത്രി അങ്ങ് തുടങ്ങും. പിന്നെ ഇടി എല്ലാം ഉണ്ട്. അതേപോലെ അവർ പറയും പോലെ ഒരു കാസ്റ്റൽ കിട്ടിയ നമ്മൾ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ടല്ലോ മോളുടെ കാര്യത്തിൽ. നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോയാൽ അല്ലെങ്കിൽ അവരെന്ത് ചെയ്യും? ഹലോ പറയും, ഹായ് പറ. ഹായ് പേര് പറയാ? ഗുഡ് ഗേൾ. അവിടെ ഒരാൾ പാട്ട് പാടാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ആവശ്യം ഹോസ്റ്റൽ എന്നുള്ളതാണ് അല്ലേ? അപ്പൊ നമ്മുടെ അധികാരികൾ കാണട്ടെ, അത് വളരെ വേഗം. അത് നിങ്ങളുടെ ഈ വിഷമമൊക്കെ ഒന്ന് കാണട്ടെ. അത് കണ്ട് അവരെന്തെങ്കിലുമൊക്കെ. നമുക്കൊരു പാട്ട് പാടിയാലോ? പേരെന്താ? എൻ്റെ പേര് മഞ്ജു വിയാർ. മഞ്ജു വിയാർ. നമ്മള് ഫുൾ നെയിം ആണ് പറ. മഞ്ജു. മഞ്ജു പാവാണോ? പാവം. മഞ്ജു പാട്ട് പാടുവോ? ഒരു പാട്ട് പാടാം. മിടുക്കിയാണല്ലോ. എന്നാ ഒരു പാട്ട് പാടിക്കാം. എന്നെ കാണും തൻ പെണ്ണെ നീ കേട്ടാ വരൂ. എന്നെ കാണാൻ വരും തൻ പെണ്ണെ നീ കേട്ടാ വരൂ. കരാനേ കമില്ല കരാനേ കുതില്ല. എന്നെ കാണും തൻ പെണ്ണെ നീ കേട്ടാ വരൂ. കൈയടിക്ക്, ക്ലാപ്പി. ഇതാരാണ്? പേരെന്താണ്? അപരാധ്. അഭിനാഥ്. അടിപൊളി പേരാ, അഭിനാഥ്. എന്താ ചെയ്യുന്ന ഇപ്പൊ അഭിനാഥ്? ഇതെന്താ, അത് വളം ഉണ്ടാക്കുവാണോ? ചാണകമൊക്കെ ഇട്ട് വളം ഉണ്ടാക്കുവാണോ? ഇഷ്ടമാണോ? ഭയങ്കര ഹാപ്പിയാണ്, ഇഷ്ടമാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്. മിടുക്കനാണല്ലേ? ഹോസ്റ്റൽ സൗകര്യം 1, 2 ഇവർക്ക് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന് കുറച്ചുകൂടി നന്നായിട്ട് കുറെ കൂടി പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി മെഷീൻസ് വേണം. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരു 2000 പാക്കറ്റ് ഉണ്ടാക്കണം. നമ്മൾ ആദ്യം ഒരു 20 പാക്കറ്റായിരുന്നു ഹോർട്ടിക്കൾച്ചർ തെറാപ്പിസ്റ്റ് വന്നുകൊണ്ട് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ സാറിനോട് പറഞ്ഞ് നമുക്കൊരു 150 പാക്കറ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ സാഹചര്യങ്ങൾ പറ്റത്തില്ലാത്തതുകൊണ്ട് അന്ന് മഴയും കാര്യമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ മാഡം വന്നിട്ടാണ് പറഞ്ഞത് ഞങ്ങൾക്ക് 2000 വളം ഉണ്ടാക്കാം ടീച്ചർ, ഞങ്ങൾക്ക് മാഡം സപ്പോർട്ടാണ്, ഫുൾ സപ്പോർട്ട്. എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കുട്ടികൾ എന്നെക്കാളേറെ സ്നേഹിക്കുന്നത്
മാഡമാണ് എനിക്ക് തോന്നുന്നത്. അമ്മമാർ കഴിഞ്ഞിട്ട് ഞാൻ വഴക്കെങ്കിലും പറയും, മാഡം അങ്ങനെയല്ല. അതുപോലെ തന്നെ നമ്മുടെ ഹെൽപ്പർമാർ രണ്ടുപേരുണ്ട്. അവരും കുട്ടികളെ നല്ല രീതിയിൽ തന്നെയാണ് നോക്കുന്നത്. അവരെ ഫുഡൊക്കെ കൊടുത്താൽ മതി അവർക്ക്, അങ്ങ് ആ ലെവലിലാണ്. അപ്പോൾ ഈ 2000 പാക്കറ്റ് ഉണ്ടാക്കി ഞാനും മാഡവും കൂടെ ഇങ്ങനെ നമ്മൾ കണക്കാക്കി ഇത്ര രൂപ കൊണ്ട് ഇത്രയും പാക്കറ്റ് വിറ്റാൽ എത്ര രൂപ കിട്ടും, അത് ആ കുട്ടികൾക്ക് വളരെ തുച്ഛമായിട്ട് തുക കിട്ടുള്ളൂ. അപ്പോൾ മാഡത്തിൻ്റെ ആഗ്രഹം ഇതൊന്നുമല്ല. ഞാൻ ഇങ്ങോട്ട് വരാം. നമുക്ക് നമ്മളെ പ്രതീക്ഷിക്കുന്ന ഒരു മന്ത്ലി ഒരാൾക്ക് എത്ര ഏൺ ചെയ്യാൻ പറ്റും അങ്ങനെയെങ്കിൽ? ഒരു 15,000 എങ്കിലും ഏൺ ചെയ്യണം. അതാണ് നമ്മുടെ നല്ലൊരു പ്രോജക്റ്റ് ആണ് സത്യം. ഇവർ വർക്ക് ചെയ്യുമ്പോൾ തളർന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ കുനിഞ്ഞിരുന്ന് ചെയ്യുമ്പോൾ കഴുത്ത് വേദന എന്ന് വെച്ചാൽ കൊണ്ടുവന്നത് ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണ്. അപ്പോൾ ഇവർക്കുള്ള കഴിവ് ഫുള്ള് ഇത് ചെയ്യുമ്പോൾ എനിക്ക് സങ്കടം വരാറുണ്ട്. ഞങ്ങളെ മക്കളായാലും ഒരു പരിധി വരെ നമ്മൾ ആ മക്കളെ മതിയാക്കുമെന്ന് പറയും. പക്ഷേ ഇവരെ ചെയ്തുകൊണ്ടിരിക്കും. അവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. പിന്നെ അങ്ങനെ ചെയ്തപ്പം ഞാൻ മാഡത്തോട് മാഡം ഇവരെ കൂടുതൽ കഷ്ടപ്പെടുത്താൻ പറ്റൂല നമുക്ക്. അപ്പോഴാണ് മാഡം പറഞ്ഞു, ടീച്ചർ നമുക്കൊരു കാര്യം ചെയ്യാം, മെഷീനറീസിലോട്ട് പോയാൽ എന്ത്. അപ്പോൾ മാഡം അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ഞാൻ ഇങ്ങനെ ചെറിയ രീതിയിൽ ചിന്തിച്ചു മാഡം, പക്ഷെ വലിയ രീതിയിൽ ചിന്തിച്ചു. അത് വലിയ രീതിയിൽ ചിന്തിക്കണല്ലേ, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി വന്നു. എനിക്ക് ഇവരെ ഒന്നും പരിചയമില്ല, പക്ഷെ ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ അവരുടെ ഒരു ആശങ്ക ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇനി ഇവരുടെ ഒരു കാലം കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഒരു വലിയ ആശങ്ക അവർക്കുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഏണിങ്സ് ഉണ്ടെങ്കിൽ ഒരു അധ്യാപിക എന്നുള്ള നിലയ്ക്ക് എനിക്ക് പരിധികളുണ്ട് ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ ഇപ്പം മാഡം വന്നതിന് ശേഷം നമുക്ക് ഹോർട്ടിക്കൾച്ചർ തെറാപ്പിസ്റ്റ് ബ്ലോക്കിൽ നിന്ന് വെച്ചിട്ടുണ്ട്, പിന്നെ നാച്ചുറൽ ഡോക്ടറുണ്ട്. അവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ അങ്ങനെ വരത്തുള്ളൂ. പക്ഷെ ഇവിടെ എന്നെ ഒപ്പം നിന്ന് സഹായിക്കാൻ ഇതുവരെ എനിക്ക് ആരെയും കിട്ടിയിട്ടില്ല. രക്ഷകർത്താക്കളോടൊപ്പം അവർക്കൊരു പരിധിയുണ്ട്. പക്ഷെ എനിക്കിപ്പം കിട്ടിയതാണ് മാഡത്തിനെ കിട്ടിയ ഭയങ്കര സന്തോഷമാണ്. അതിൽ എല്ലാ കുട്ടികൾക്കും ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കളെ നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെയും കൂടി ഉൾപ്പെടുത്തി ചെയ്യിക്കാനാണ് നമ്മൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. കാരണം CPI കുട്ടിക്ക് ഒന്നും വളം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്ത് തെറാപ്പി കൊടുക്കുന്ന നമ്മളിവിടെ ഇപ്പോൾ ആർക്കൊക്കെ തെറാപ്പി പാലിയേറ്റീവ് കെയറിൽ നിന്ന് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നുണ്ട്. കാരണം ഇവർ വലുതായി കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇവർക്ക് വളം ഉണ്ടാക്കാൻ പറ്റാത്ത കുട്ടികളുടെ രക്ഷകർത്താക്കളെ മാത്രം വിളിച്ചിട്ട് അവർക്ക് ഈ കാശ് എന്ന് വെച്ചാൽ മറ്റു കുട്ടികൾ കഷ്ടപ്പെട്ട് ഒരു 10 രൂപ നേടുമ്പോൾ മറ്റു കുട്ടികൾക്കൊന്നും കിട്ടുന്നില്ല. അപ്പം മാഡം ഒരു ശതമാനം നമുക്ക് ചെയ്യാമെന്ന് പറയും. ശതമാനം കിട്ടിയിട്ട് അവർക്ക് ഒരു കാര്യമില്ല. അങ്ങനെ ഞങ്ങൾ ആ രക്ഷകർത്താക്കളെ കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നുണ്ട്. ശരി. അപ്പൊ അങ്ങനെ പദ്ധതി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഒരു. ഇപ്പം ഏകദേശം നമ്മൾ വളം ഉണ്ടാക്കുന്നത് ഇപ്പൊ എത്രയാണ് മാം? അതും കാലാവസ്ഥ പ്രശ്നമാണ്. നമ്മൾ ഈ മന്തിൽ 2000 ആണ് ടാർഗറ്റ് ഇട്ടതെങ്കിലും നമുക്കിപ്പോ ഒരു 258 എണ്ണമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മഴ കാരണം ചാണകം ഉണങ്ങി കിട്ടാനൊക്കെ ഒത്തിരി പ്രയാസം. നമുക്ക് ഡ്രയർ അടക്കമുള്ള കാര്യങ്ങൾ കിട്ടിയാൽ നമ്മളെ ബാധിക്കില്ല അതൊന്നും എന്നുള്ളതാണ്. വേറെ എന്താ നമുക്ക് ഇത് ഇപ്പം വളനിർമ്മാണം അല്ലാതെ നമ്മൾക്ക് ഇവർക്ക് കൊടുക്കുന്ന എക്സസൈസ് ഒക്കെ പോലെ? എക്സസൈസ് എല്ലാ ദിവസവും യോഗ കൊടുക്കാറുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഇവർക്ക് കലാകായിക മത്സരങ്ങൾ പങ്കെടുപ്പിക്കാറുണ്ട്. ഇപ്പൊ കുടുംബശ്രീ മിഷന്റെ നാളെ തന്നെ നമുക്ക് ബഡ്സ് ഒളിമ്പിയ എന്നൊരു 1-ാം തീയതി പ്രോഗ്രാം ഉണ്ട്. അതിൽ പോകാൻ വേണ്ടി എല്ലാവരും അങ്ങനെ തയ്യാറെടുത്തിരിക്കുകയാണ്. സമയമായി എന്നാണ് പറയുന്നത്? സമയമായോ? അങ്ങനെ പ്രോഗ്രാമൊക്കെ കുട്ടികൾ ചെയ്യാറുണ്ട്. പഞ്ചായത്തിലും പിന്നെ ഭിന്നശേഷി ദിനവും അങ്ങനെ അങ്ങനെയുള്ള എല്ലാ പ്രോഗ്രാംസും ഇവിടെ പങ്കെടുക്കാൻ നടത്താറുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന എൻ്റെ മാൻ പവറിനകത്ത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യാറുണ്ട്. നമുക്ക് നോട്ട് പാഡിന്റെ ഒരു യൂണിറ്റ് ഉണ്ട്. ഇത് നമ്മുടെ കുടുംബശ്രീ മിഷൻ നിന്ന് 2 ലക്ഷം രൂപ തന്നുകൊണ്ട് സ്പെഷ്യൽ ലൈവ്ലിഹുഡ് പ്രോഗ്രാമിലൂടെ അവരെ അമ്മമാർക്കൊരു തൊഴിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് അമ്മമാർക്ക് വേണ്ടി അത് നമുക്ക് മാർക്കറ്റിംഗ് വളരെ വിഷയമാണ്. പക്ഷെ നമ്മളിത് നിർമ്മിച്ച് കുടുംബശ്രീ മിഷനിൽ കൊടുക്കാറാണ് പതിവ്. അവിടെ നിന്ന് അവർ നമുക്ക് വിറ്റ് തരും. പക്ഷെ അവിടെയും ഇത്രയും 50 ബഡ്സാണുള്ളത്. അപ്പോൾ അത്രയും പേർക്കും കുടുംബശ്രീ മിഷൻ സഹായിക്കണം. അപ്പോൾ മാർക്കറ്റിങ്ങിന് ഒരു തടസ്സമില്ലാതെ കിട്ടിക്കഴിഞ്ഞാൽ അതും ചെയ്യാൻ പറ്റും. ശരി, നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയാലോ? അവിടെയും കൂടി ഒന്ന് പോയി കാണാം. ഇതാണ് നമ്മുടെ വൊക്കേഷണൽ. ശരി, നമുക്ക് അവിടെ പോയി കുഞ്ഞുങ്ങളോട് സംസാരിക്കാം. അപ്പൊ ഒരു ആക്ടിവിറ്റി ഇതാണ് അവരുടെ, അല്ലെ? ബുക്ക് ഇത് ചെയ്യാന്നുള്ളതാണ്. നോട്ട്ബുക്ക് ഉണ്ടാക്കുക. അതായത് അവരുടെ ക്ലാസ് റൂം ആണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് റൂം ഉണ്ട് അവർക്ക്. 2 ക്ലാസ് റൂം ഉണ്ട് ടീച്ചർ. 2 ക്ലാസ് സ്മാർട്ട് ക്ലാസ് റൂം ആണ്. അതും കുടുംബശ്രീ മിഷനിൽ നിന്ന് നമുക്ക് 2 ലക്ഷം രൂപ തന്ന് ഉണ്ടാക്കിയ ഒരു ആക്ടിവിറ്റീസ് ചെയ്യുന്നത് ബുക്ക്, നോട്ട് പാഡ്. ഇതാണ്, നോക്കൂ, ഇത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൾ വിടരട്ടെ മുകുളങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓക്കെ, ഇത് അങ്ങനെ ചെയ്തതാണ്. ഇതാ പുസ്തകങ്ങൾ. പക്ഷെ ഇതൊന്നും ഇവർക്ക് ഒരിടത്തും എത്തുന്നില്ല എങ്കിൽ പോലും അല്ലെ ഒരു ആശ്വാസം. ആക്ടിവിറ്റി അതിലുപരി ഇവർക്കൊരു വരുമാന മാർഗം എന്നുള്ളതാണ് നമ്മുടെ കുടുംബശ്രീ ലക്ഷ്യമിട്ടത്. ഇതിപ്പോ ആരാ നമ്മളെ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി പഠിപ്പിച്ചിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നമ്മുടെ രക്ഷകർത്താക്കളെ പറഞ്ഞു കൊടുക്കുകയും കുട്ടികളോട് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യാറുണ്ട്. അവരെ കൊണ്ടാകുന്ന വിധത്തിൽ പെർഫെക്റ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ അമ്മമാർക്ക് അതറിയാമല്ലോ. അപ്പോൾ
മോളുടെ അമ്മയുണ്ട്. ഇപ്പൊ അമ്മയാണ് ഞാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. നമ്മൾ അതിന്റെ പേരിട്ടിരിക്കുന്ന സ്പർശം ലൈവ്ലിഹുഡ് എന്നാണ് ഇട്ടിട്ടുള്ളത്. ആ ഒരു ലൈവ്ലിഹുഡിന്റെ ഇതിലാണ് ഈ വിതൽ എന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള പേര് ശുഭ. മോള് ആനിയാണ്. ആനി എത്ര വയസ്സുണ്ട്? 18 വയസ്സായി. 18 വയസ്സായി. അപ്പം ലൈവ്ലിഹുഡ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് ഇത് സ്പർശം എന്ന് പറഞ്ഞിട്ട് നമ്മള് കുടുംബശ്രീ മിഷനിൽ നിന്നാണ് കിട്ടുന്ന കാശ്. അപ്പം ഞങ്ങളിത് മൊത്തത്തിൽ ചെയ്തിട്ട് ഇപ്പൊ വിൽക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. വിൽക്കാനായിട്ട് ഏൽപ്പിക്കും. അപ്പോൾ അതിന്റെ ഫണ്ട് വരും അങ്ങനെ. അപ്പൊ ഇപ്പോ നിലവിൽ കൂടുതൽ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല, ഫെയ്ഡായി പോയാലോ. അതുകൊണ്ട് ഞങ്ങള് പേജ് അല്ല ഫ്രണ്ട് പേജ് ഒരുപാട് നമുക്ക് ഒരുപാട് നാളങ്ങനെ വെച്ചിരിക്കാൻ പറ്റത്തില്ല. ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ആണ് ഇവരെല്ലാരും. അപ്പുറത്തെ ക്ലാസ്സിലൊക്കെ ഇരുന്നവരാണ് ഇവരെല്ലാം. അപ്പടെ ഒരു അച്ഛനോട് എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്കൂളില്? എത്രത്തോളം സഹായമാണ് ഇവിടെ? ഇവിടെ വളരെയധികം പഞ്ചായത്തിന്റെ ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മകനാണോ മകളാണോ? എന്റെ മോനാണ് ജോണി. എന്താണ് ജോണിയുടെ? അവൻ സംസാരിക്കില്ല. മറ്റേ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങളാണ് സ്കൂൾ വന്നതിന് ശേഷം. അതായത് ഇപ്പൊ 25 വയസ്സായവന് ഒരു 19 വർഷം 20 വർഷം ആവും ഈ സ്കൂൾ ഇവിടെ തുടങ്ങിയിട്ട്. നാരായണിയിലെ ഒരു ചെറിയ ഇതായിട്ടാണ് തുടങ്ങിയത്. അന്ന് മുതലേ കുഞ്ഞു വരുന്നതാണ്. ഇതിപ്പോ 3ാമത്തെ കെട്ടിടമാണ്. ഇതാണിപ്പോ സ്കൂളായിട്ട് വന്നത്. അപ്പോൾ ഇതിൽ കുറവുകളും കുറ്റങ്ങളും ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെയും മറ്റ് ഭരണസമിതികളും ടീച്ചറാണ് ഏറ്റവും വലിയ ടീച്ചർ. അതെ, ടീച്ചറും 2 ആയമാരുമാണ് ആദ്യം ഉണ്ടായിരുന്നത്. 2 ആയമാരല്ല, ഒരായ ഒരു ടീച്ചറുമായി ഉണ്ടായിരുന്നത്. അന്ന് 4 കുട്ടികളോ 3 കുട്ടിയോ 4 കുട്ടിയോ ഉണ്ടാവും. അപ്പോൾ അന്ന് ആ കുട്ടികളുടെ പ്രചോദനവും ഈ ടീച്ചറിൻ്റെ പ്രചോദനവും ഈ ആയമാരുടെ പ്രചോദനം കൊണ്ടാണ് ഈ ബഡ് സ്കൂൾ ഇപ്പോൾ ഈ നിലയിലെത്തിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ ഇതെല്ലാ വിഷയവും ചർച്ച ചെയ്യുമല്ലോ അല്ലേ? ശരി. ഇവിടെ നമുക്കിപ്പോൾ 2 ആയമാരുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പണിയാണ്. സത്യം പറഞ്ഞാൽ അവർക്ക് മാക്സിമം ഒന്നും തിരിയാൻ പറ്റാത്തടത്തോളം പണിയുണ്ട്. അപ്പോൾ ആരും വെറുതെ ഇവിടെ ഇരിക്കാറില്ല. ഒന്നുകിൽ പിള്ളേരെ പിറകെ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സ്റ്റാഫിനെ എടുത്ത് തരാമെന്ന് പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കുടിവെള്ള പദ്ധതി അത് നമുക്ക് പ്രോജക്റ്റ് ഉണ്ട്, പാസ്സാക്കിയിട്ടുണ്ട്. അത് ഈ ഭരണസമിതി പുതിയതായിട്ട് വരുമ്പോൾ നമ്മളത് ചെയ്യുമെന്ന് ഭരണസമിതി ഉറപ്പ് തന്നിട്ടുണ്ട്. ആളിന്റെ സ്റ്റാഫിന്റെ ഒരു കുറവുണ്ടെന്ന് പറയുന്നത് നമുക്ക് ഇവർക്കൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടവരാണ്. ഞാൻ ആദ്യം പറഞ്ഞോട്ടെ. ഞാൻ 20 വർഷത്തോളമായി ഞാൻ ഇവിടെ വന്നിട്ട്. തുടക്കം തൊട്ടുണ്ട് വരാൻ. എൻ്റെ പേര് ഉഷ. 1995 മുതൽ എനിക്കൊരു മോളുണ്ടായിരുന്നു. ഇങ്ങനെ ഇതുപോലത്തെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. അപ്പോഴിവിടെ അങ്ങനെ സ്കൂളൊന്നും ഇല്ലാതെ ഞാൻ മുറിഞ്ഞ പാലത്തൊരു കൊണ്ടുപോകുമായിരുന്നു. ആഴ്ചയിൽ 3 ദിവസം ആഴ്ചയിൽ 3 ദിവസം മുറിഞ്ഞ പാലത്ത് കൊണ്ടുപോയി അവിടെ തെറാപ്പി കൊടുക്കുകയും കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ അവിടുത്തെ ഒരു മേഡം തന്നെ പറയും, നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ കീഴിലൊരു വായനശാലയോ സാംസ്കാരിക നിലയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കുഞ്ഞിനെയും കൊണ്ടിരുത്തി അടുത്ത ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങളെയും കൊണ്ടിരുത്തി വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോകും. അടുത്ത് 2-3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവരെയും കൊണ്ടുപോയി. അപ്പോൾ ഈ ദീർഘചതുരം കുറേ ക്ലാസ് ഈ ടീച്ചറിൻ്റെ ഏർപ്പാടിൽ തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. പിന്നെ അത്യാവശ്യം ചായ ബിസ്ക്കറ്റ് ഇതൊക്കെ കൊടുക്കും. എന്നിട്ട് ഉച്ചയ്ക്ക് തിരിച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവിടുമായിരുന്നു. അങ്ങനെ 2-3 വർഷം അങ്ങനെ തുടർച്ച പോയോണ്ടിരുന്നപ്പോഴത്തേനും എൻ്റെ മോള് 6.5 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയി. പിന്നെ ദുഃഖത്തിലായി. ഞാൻ വീട്ടിലായി. പിന്നെ ഒന്നും സ്കൂളിൽ പോവുകയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് നമ്മളൊരു വാർഡ് മെമ്പർ ഒരു പ്രോജക്റ്റ് വെച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാനൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട്, ചേച്ചിക്ക് അവിടെ ജോലിയിൽ തുടരാം. അങ്ങനത്തെ കുട്ടികൾ, ചേച്ചി കുറേ നാൾ ശമ്പളമില്ല ജോലി ചെയ്തതല്ലേ, ചേച്ചി ജോലി ചെയ്തോണമെന്ന് പറഞ്ഞു. അമ്മ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങി. അപ്പോൾ കുറച്ച് 10-11 കുട്ടികളെ ഉള്ളൂ. ടീച്ചർ വന്ന് ഞാൻ ടീച്ചറും കൂടെ നന്നായിട്ട് ഈ കുട്ടികളെ, ഫുഡൊന്നും ഇല്ല അന്ന്, പയറുകഞ്ഞി, ആഴ്ച 3 ദിവസത്തെ ക്ലാസ് ഉള്ളൂ. എനിക്ക് 40 രൂപ ശമ്പളം, ടീച്ചറിന് 60 രൂപ. ഞാനൊരു ശമ്പളമേ അന്ന് കണക്കായിട്ടില്ല. അപ്പോഴെല്ലാവരും വന്ന് എനിക്ക് 40 രൂപ ഇട്ടിട്ട് വേറെ എന്തെല്ലാം തൊഴിലുറപ്പിൽ മേറ്റായിട്ടൊക്കെ പോയോണ്ടിരുന്ന വെച്ച് ഞാൻ എൻ്റെ കുട്ടികളെ നോക്കാൻ, എൻ്റെ മോളെ പോലെ കുറേ കുട്ടികളെ നോക്കേണ്ട ഒരു ഭാഗ്യം എനിക്ക് ദൈവം തന്നാൽ എനിക്ക് ശമ്പളം ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് തുടർന്ന് പോയോണ്ടിരുന്നു. അപ്പോഴീ കുട്ടികൾ അന്ന് 11 കുട്ടികളുള്ളതിൽ വരുന്ന കുട്ടികൾ കിടന്ന് ഉരണിന് പോകും, മൂത്രമൊഴിക്കും, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. എന്നോടൊപ്പം ടീച്ചറും ഞാനും കൂടെ. ഞാൻ ആ
ഹെൽപ്പർ എന്നുള്ള രീതിയിലല്ല ടീച്ചർ കണ്ടിട്ടുള്ളത്. എന്നെക്കാൾ കൂടുതൽ ടീച്ചറും കൂടെ സഹായിക്കുമായിരുന്നു. എന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കിഡ്നി ഡൊണേറ്റ് ചെയ്യേണ്ടതെന്ന് സഹോദരന്. അപ്പോഴൊക്കെ അത് കഴിഞ്ഞപ്പോഴൊക്കെ ടീച്ചർ സഹായിക്കുന്നു. പക്ഷേ നീ വെള്ളമൊക്കെ തീ തൂക്കണ്ട, ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ് എന്നോടൊപ്പം സഹകരിച്ച് പോയതാണ്. എന്നാൽ അത് സാരാക്കാലം ഇപ്പം 11 കുട്ടികളിൽ നിന്ന് ഇപ്പോൾ 48-55ഓളം കുട്ടികൾ ഇവിടെ നമുക്കിപ്പോൾ രജിസ്ട്രേഷൻ ഉണ്ട്. 28-30 പിള്ളേരെല്ലാം ഇവിടെ വരണുണ്ട്. എല്ലാ പിള്ളേരോടത്തും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പിള്ളേരും ഞാനൊരു ലീവ് എന്ന് പറയുമ്പോൾ പറയും ഇന്ന് വരൂലേ എന്ന് ചോദിക്കും. എന്നുവെച്ചാൽ ഒന്നും സംസാരിക്കാതെ ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികളുണ്ട്. ഇപ്പം ഫോൺ വിളിച്ച് വരെ ചോദിക്കും. ഒരു ദിവസം കുറേ പ്രാവശ്യം ഫോൺ വിളിക്കുന്ന കുട്ടികളോട് ഉണ്ട്. ചേച്ചി എന്തെന്നല്ല വരാത്തെ, ചേച്ചി പനിയാണോ എന്ന് പനി ചേച്ചി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ വന്ന് കൂടുകയാണപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കിന്ന് അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. എൻ്റെ കുട്ടികൾ ഭയങ്കര തൃപ്തിയാണ്. ഞാൻ 2014 തൊട്ട് ഇവിടെ ആയിട്ട് ജോലി ചെയ്യണം. മക്കളെ പറ്റി നല്ല ഇതാണ് പറയാനുള്ളത്. അവർക്ക് ഹോസ്റ്റൽ സൗകര്യം വേണം, നമുക്ക് സ്വന്തമായിട്ടൊരു വാഹനം വേണം. പിന്നെ അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പഞ്ചായത്ത് ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട്. എങ്കിലും അവരുടെ ഏറ്റവും വലിയ അത്യാവശ്യം അവരുടെ അക്കോമഡേഷനാണ്. അപ്പോൾ നമുക്കവരെ കെയർ ചെയ്യാൻ പറ്റുമല്ലോ. നമ്മളൊക്കെ ഈ പരിസരത്തൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമുക്കിവിടെ നിർത്തി പഠിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുന്നു. അതിന് സോമനസാൽ ആരെങ്കിലും വന്ന് അതിനുള്ള ഒരു സംവിധാനം ചെയ്തു തരാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുന്നു. കാരണം ഒരു റെസിഡൻഷ്യൽ സൗകര്യമാണ് എൻ്റെ ഒരു സ്വപ്നമെന്ന് വെച്ചാൽ ആദ്യം കുട്ടികൾക്ക് ഏണിങ് സമ്പാദ്യത്തിന് എന്തെങ്കിലും ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ അനാഥരാകുന്ന എനിക്ക് സഹിക്കാൻ പറ്റുക. ഞാൻ ചിലപ്പോൾ മരിച്ചു പോയെന്നിരിക്കുക, പക്ഷെ എൻ്റെ കുട്ടികൾ അപ്പോഴും പ്രൊട്ടക്ഷൻ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതാണ്. ശരി ടീച്ചർ ഇമോഷണലായി. എന്തായാലും ഈ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് ഇവരുടെയൊക്കെ ഒരു മനസ്സുകൊണ്ട് മാത്രമാണ് കുന്നത്തുകാലിൽ ഇങ്ങനെ ഒരു ബഡ് സ്കൂൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് ഹോസ്റ്റൽ സൗകര്യമാണ്. അതുപോലെയുള്ള ചെറിയ ചെറിയ കുടിവെള്ളം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഇവർ പറയുന്നുണ്ട്. എന്തായാലും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷകൾ ഏറെയാണ്. അപ്പോൾ എന്തായാലും നാട്ടിലോട്ടുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇവർക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു ഹോസ്റ്റൽ കെട്ടിടം അത് ഉടനെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം.